മനസ്സിലാവും എന്താണ് ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്ക് ചെയ്തിട്ടുള്ള സിൽക്ക് ഫാബ്രിക്കിൽ, സിൽക്ക് ഫാബ്രിക്കിൽ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്താസാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ബേസ് കളർ എല്ലാത്തിൻ്റെയും സെയിം ആട്ടോ, ഗോൾഡൻ ക്രീമിഷ് ആണ്. അതിലേക്ക് ഡിഫറെൻറ്റ് ത്രെഡ്സ് വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെയാട്ടോ വരുന്നത്. ഒരു സൈഡിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ താഴത്തോട്ട് പോകുന്നു, പിന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് ഗോൾഡനിൽ ഒലീവ് ഗ്രീൻ ആണ്. ആ ഒരു കോമ്പിനേഷനാണ് ഫസ്റ്റ് വരുന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് കട്ട് വർക്ക് എന്ന് പറയുന്നത്. ഒത്തിരി കാലങ്ങളായിരിക്കും, ഒരു 25 years 30 years ആയിട്ട് ഇപ്പോഴും ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമുള്ള, നമുക്കൊരു എന്താ പാർട്ടിക്കൊക്കെ ചെന്നാലും ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്യും ഇപ്പോഴും കട്ട് വർക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതിനുള്ള ഡിമാൻഡ് ഇപ്പോഴും ഭയങ്കര ഹൈ ആണ്. അതാണ് കട്ട് വർക്കിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലെ, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് കളർ ഞാൻ കാണിക്കാൻ പോകുന്നത്, ബേസ് കളർ ഞാൻ പറഞ്ഞത് ഗോൾഡൻ തന്നെയാണ്. അതിൽ പൗഡർ ബ്ലൂ ഇതാണ് വരുന്നത്. ഇത് നമ്മൾ പാൻറ് സെയിം ടോൺ ഗോൾഡൻ തന്നെ ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ഫങ്കി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് പൗഡർ ബ്ലൂവിൽ തന്നെ പാൻറ് ചെയ്തിട്ട് അടിയിൽ ഇതുപോലെ ചെറിയൊരു കട്ട് വർക്ക് ഒന്നും ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ദുപ്പട്ടയുടെ ഒന്നും ആവശ്യമില്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. വിത്ത് ലൈനിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വരുന്ന കളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. പിങ്ക് എന്ന് പറഞ്ഞാലും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക് ആണ്. അതിൽ വന്നേക്കുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അത് കട്ട് വർക്ക് അറിയാവുന്നവർക്ക് ഞാൻ എടുത്തു വരേണ്ട ആവശ്യമില്ല. കട്ട് വർക്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആ ഒരു ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് ആണെങ്കിലും ലീഫ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഫിനിഷിങ്ങോടുകൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് പിങ്ക് തന്നെയാണ്, ബട്ട് ഡിഫറെൻ്റ് ആണ്. ഇത് കുറച്ചും കൂടി ലൈറ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് പിങ്ക് ആണ് ഇതിൻ്റെ വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ബ്ലൂ ആണ്. ഞാൻ ആദ്യം കാണിച്ച പൗഡർ ബ്ലൂ ആണ്. ഇത് പൗഡർ ബ്ലൂ അല്ല, ഇത് കുറച്ചും കൂടി ഒരു ബ്ലൂവിൻ്റെയും വയലറ്റിൻ്റെയും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഭയങ്കര രസമുള്ളൊരു കളറാട്ടോ. ലൈക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറാണ്. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ തന്നെയാണ്. ഞാൻ ഇട്ടേക്കുന്ന ഒലീവ് ഗ്രീൻ ആണ്, ബട്ട് ഇതൊരു മിന്റ് ഗ്രീൻ ആണ്. ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് എന്താ പറയുക, ഒരു ക്ലാസിക് അറ്റയർ അതാണ് നോക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് സ്റ്റിച്ച്ഡ് ആണ്, ഇതൊക്കെ അൺസ്റ്റിച്ച്ഡ് ആണ്. നിങ്ങൾക്ക് സ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, അൺസ്റ്റിച്ച്ഡ് മതി. ഇനി എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഡെലിവറി ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന്